എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ അംഗമാണ് സുരഭി. ഒരു സുന്ദരിയായ എയർ ഹോസ്റ്റസ്. എന്നാൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് സുരഭി. ഇന്റർനെറ്റിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം ഒരു എയർ ഹോസ്റ്റസിന്റെ വരുമാനം എന്നത് 4 ലക്ഷത്തിൽ തുടങ്ങി 14 ലക്ഷം രൂപ വരെയാണ്. പക്ഷേ സുരഭിയുടെ കുടുംബം കരപറ്റാൻ ഇതൊന്നും പോരാ. അങ്ങനെയാണ് സുരഭി പല സൈഡ് ബിസിനസ്സുകളെക്കുറിച്ചും ചിന്തിക്കുന്നത്. അങ്ങനെ വിമാനത്തിനുള്ളിലെ തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും തന്റെ കഷ്ടപ്പാടുകളെ അതിജീവിക്കാൻ വേണ്ടി സുരഭി പ്രയത്നം ആരംഭിച്ചു. അങ്ങനെ 2024 മെയ് മാസം 28 എയർ ഹോസ്റ്റസ് ജോലിയേക്കാളുപരി തന്റെ സൈഡ് ബിസിനസ് കൊണ്ട് സുരഭി ഇപ്പോൾ പ്രശസ്തയായിരിക്കുകയാണ്. സുരഭിയോടൊപ്പം തന്നെ സുരഭിയുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം കൂടി ഇതിനോടകം പ്രശസ്തി നേടി. അങ്ങനെ 28 കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയ സുരഭിയെ സ്വീകരിക്കാനായി എത്തിയത് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായിരുന്നു. അവിടെ നിന്നാണ് സുരഭി പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, എയർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് സുരഭി. ഇനി കാര്യത്തിലേക്ക് വരാം. റവന്യൂ ഇന്റലിജൻസ് സുരഭിയെ കാത്ത് അവിടെ നിന്നത് മാലയിട്ട് സ്വീകരിക്കാനായിരുന്നില്ല. സുരഭി മലദ്വാരത്തിലൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 1 കിലോഗ്രാം വരുന്ന സ്വർണ്ണ മിശ്രിതം പിടിച്ചെടുക്കാനായിരുന്നു അവരവിടെ എത്തിയത്. അപ്പോൾ സുരഭിയുടെ സൈഡ് ബിസിനസ് പിടികിട്ടി കാണുമല്ലോ. ഇത്തരത്തിൽ സ്വർണം കടത്തുന്ന എയർ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ എയർ ഹോസ്റ്റസ് എന്ന ബഹുമതിയും സുരഭിയെ തേടിയെത്തിയിട്ടുണ്ട്. ഇതിനു മുൻപും സുരഭി ഇത്തരത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭിക്ക് ബന്ധമുണ്ടോ എന്നും DRI പരിശോധിക്കുന്നുണ്ട്. 4 ക്യാപ്സ്യൂളുകളിലായാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് സുരഭി സ്വർണ്ണ മിശ്രിതം ഒളിപ്പിച്ചു വെച്ചത്. ഏകദേശം 60 ലക്ഷം രൂപയുടെ സ്വർണമാണ് സുരഭിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. സ്വർണ്ണക്കടത്തിൽ ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. എന്തായാലും മലദ്വാരത്തിൽ നിന്നും സ്വർണം എടുത്ത ശേഷം സുരഭിയെ വിശ്രമത്തിനായി 14 ദിവസത്തേക്ക് കണ്ണൂർ വനിതാ ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്.